लेकिन मेरा आपसे आग्रह है, अगर 2-4 मिनट यही बात तमिल में और यही बात 2-4 मिनट तेलुगु में अगर आप रख सके तो अच्छा होगा. మన நம்ம மாண்புமிகு பிரதமர் ஐயாக்கு நான் முதல்ல நன்றி தெரிவிச்சுக்கிறேன். இந்த ஒரு பெரிய சபையில என்ன தமிழ்ல பேச சொன்னதுக்கு. ബിജെപിയുടെ ദേശീയ കൺവെൻഷനിൽ വെച്ചാണ് കേന്ദ്ര ധനമന്ത്രിയായ നിർമ്മല സീതാരാമനോട് ഇത്തരത്തിൽ തമിഴിൽ സംസാരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെടുന്നത്. നിർമ്മല സീതാരാമൻ ആദ്യം ഇംഗ്ലീഷിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടുകയും തുടർന്ന് തമിഴിലോ തെലുങ്കിലോ സംസാരിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. അതേ തുടർന്ന് നിർമ്മല സീതാരാമൻ പിന്നീട് തമിഴിൽ സംസാരിക്കുകയായിരുന്നു. അവരുടെ പ്രസംഗം മുഴുവൻ കേൾക്കാം. இன்னைக்கு பொலிட்டிக்கல் ரெசல்யூஷனா எடுத்துட்டு வந்த விஷயம் பணம் வரி இந்த எல்லா விஷயத்திலையும் நம்ம நாடு எப்படி 5வது நிலைக்கு வந்திருக்கு 10வது நிலையில இருந்து அப்படிங்கறத எடுத்து சொன்னதா இருந்தது. அதே சமயம் 5வது நிலைக்கு வந்துட்ட பிறகு கூட வரப்போற டேர்ம்ல நம்ம ஜெயிச்சு வந்து 3வது முறையா பிரதமர் ஆகும்போது நம்ம நாடு 3வது ரேங்க்குக்கு வரும்ன்றதையும் எப்போதும் எடுத்து சொல்லிருக்காங்க. இது எல்லாத்துக்கும் காரணம் என்னன்னா அயராத முயற்சி. அந்த அயராத முயற்சியின் மூலமா நம்ம நாடு கீழ் மட்டத்திலேருந்து 5வது நிலையில நொறுங்கி போகக்கூடிய அந்த நிலையில இருந்த அந்த ஃப்ரஜைல் 5 சொல்றோம், நொறுங்கி போகக்கூடிய அந்த நிலைமையில இருந்த நம்ம நாட்டை இன்னைக்கு உயர்த்தி மேலேஞ்சு 5வது இடத்துக்கு எடுத்துட்டு வந்திருக்காரு. அடுத்த தரம் 3ஆம் தரமா நான் பிரதமரா வந்தேன்னா அது 3ஆம் நிலைக்கு நான் எடுத்துட்டு போகக்கூடிய சக்தி நம்ம നാട്ടിൽ இருக்குன்னு சொல்றாரு. തമിഴ്നാട്ടിലേക്ക് നിർമ്മല സീതാരാമനെ കൊണ്ടുവരിക എന്നുള്ള ബിജെപിയുടെ പുതിയ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ കണ്ടത്. കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് ദക്ഷിണേന്ത്യയിൽ വോട്ട് ശേഖരിക്കുക എന്ന വലിയ ഒരു കടമ്പ ബിജെപിക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്നില്ല. കുറച്ചു നാളുകളായിട്ട് ബിജെപി അതിനുള്ള കഠിന പ്രയത്നത്തിലുമായിരുന്നു. പക്ഷേ എല്ലാ അടവുകളും പയറ്റി തെളിഞ്ഞിട്ടും ഇതിന് കൃത്യമായ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം, വോട്ടിന്റെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബിജെപിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ നേരിടുന്ന ഒരു അവസ്ഥയുമാണ്. മുൻപ് ബിജെപിയുടെ തന്നെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന സൗന്ദരരാജൻ, അവരിപ്പോൾ തെലങ്കാന ഗവർണറാണ്. അതിനുശേഷം ബിജെപിയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് അണ്ണാമല എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ബിജെപിയിലേക്ക് വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള ഒരു നഷ്ടങ്ങൾ ബിജെപിക്ക് ഉണ്ടായി എന്ന് വേണം പറയാനായിട്ട്. കൂടെ ഉണ്ടായിരുന്ന AIADMK എന്ന പാർട്ടി ബിജെപിയിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുള്ള വീണ്ടും ഒരു ഐക്യപ്പെടലിനെല്ലാം തന്നെ ശ്രമിച്ചെങ്കിൽ പോലും ഒരുമിച്ച് നിർത്താനുള്ള ബിജെപിയുടെ ശ്രമങ്ങളെല്ലാം തന്നെ പാളിപ്പോകുന്ന അവസ്ഥയായിരുന്നു. AIADMK ആ ഒരു സഖ്യത്തിന് പിന്നീട് തയ്യാറായില്ല. പക്ഷേ തുടർന്ന് AIADMK പോപ്പുലർ ഫ്രണ്ടുമായി സഖ്യത്തിൽ ചേരുന്ന ചില അവസ്ഥകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതേ സാഹചര്യത്തിൽ ഇനി AIADMKയുമായി ഒരു സഖ്യത്തിനൊന്നും തന്നെ ബിജെപി മുതിരുന്നില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ടുകൾ വരും. സ്വാഭാവികമാണ്, പോപ്പുലർ ഫ്രണ്ടുമായി സഖ്യമുള്ള ഒരു പാർട്ടിയെ പിന്നീട് ബിജെപി കൂടെ നിർത്താനായിട്ട് ബിജെപി പിന്നീട് കൂടെ നിർത്തില്ല എന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുമുണ്ടായിരുന്നു. ഇതേ സാഹചര്യത്തിൽ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ബിജെപി വളരെ വലിയ തോതിൽ തന്നെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് അണ്ണാമലയെ മാറ്റിക്കൊണ്ട് പുതിയൊരു ഫേസിനെ ബിജെപി ഇറക്കുമെന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിർമ്മല സീതാരാമനെ കൊണ്ട് തമിഴിൽ സംസാരിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തെ എടുക്കുകയാണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നാണ് അല്ലെങ്കിൽ ബിജെപിയുടെ ഭാഗത്തു നിന്ന് തന്നെ വോട്ട് ശേഖരണം എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരുപാട് അജണ്ടകളെല്ലാം തന്നെ പയറ്റിക്കൊണ്ടായിരുന്ന ആ ഒരു വോട്ട് ശേഖരണത്തിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ അതേസമയം തന്നെ കേരളത്തിൽ പാളിപ്പോയി എന്നതിലപ്പുറത്തേക്ക് തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ അത്തരമൊരു അജണ്ട പോലും പുറത്തെടുക്കാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണ്. അണ്ണാമല എന്ന് പറയുന്നത് പലപ്പോഴും വിമർശിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ബിജെപിയിൽ പോലും പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള നേട്ടവും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അണ്ണാമലയ്ക്ക് സാധിക്കാത്ത അല്ലെങ്കിൽ വലിയ തരത്തിലൊരു വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ബിജെപി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ നേരിടേണ്ടി വരുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ അണ്ണാമലയെ മാറ്റിക്കൊണ്ട് പുതിയൊരു മുഖത്തെ പരീക്ഷിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ബിജെപിയുടെ പുതിയൊരു അജണ്ട തന്നെയാണ്. കാരണം തമിഴ്നാട് അല്ലെങ്കിൽ കേരളം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ഒറ്റയടിക്ക് തന്നെ അങ്ങ് വിട്ടുകൊടുക്കാൻ ബിജെപി തയ്യാറല്ല എന്ന് പല പ്രവർത്തനങ്ങളുടെയും നമുക്ക് കണ്ടതാണ്. പലപ്പോഴും പല ശ്രമങ്ങളും ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും തമിഴിൽ തന്നെ സംസാരിക്കുക എന്നുള്ള ആവശ്യം വരുന്നത്. കാരണം പ്രത്യേകിച്ചും തമിഴ്നാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്
പറയുന്നത് വലിയ തരത്തിൽ അവരുടെ ഭാഷയും അവരുടെ സംസ്കാരത്തെ എല്ലാം തന്നെ അത്രയധികം തന്നെ നെഞ്ചിലേറ്റുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിൽ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ആ കേന്ദ്ര ധനമന്ത്രി തമിഴിൽ സംസാരിക്കുമ്പോൾ, ആ തമിഴ്നാടിനെ പുകഴ്ത്തി പറയുമ്പോൾ, തമിഴ്നാടിന് ഇനിയും ഒരുപാട് ഗാഥ മുന്നോട്ട് പോകാനുണ്ട് എന്നെല്ലാം പറയുന്ന സാഹചര്യത്തിൽ പുതിയ ഒരു വികാരം അല്ലെങ്കിൽ അത്തരത്തിലൊരു കണക്ഷൻ കൂട്ടാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന കേന്ദ്ര ധനമന്ത്രി അവർ വീണ്ടും തമിഴ്നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ആ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രത്യേകമായ ഒരു അടുപ്പം അല്ലെങ്കിൽ അത്തരം ഒരു വികാരത്തെ പോലും വോട്ടാക്കി മാറ്റാനുള്ള ഒരു ശ്രമം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ട് എന്ന് വേണം കരുതാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രസംഗം നടത്തുമെന്ന് പറയുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്നും ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് BJPയുടെ അജണ്ട തന്നെയാണ്. അതൊരു അഭിമാന പ്രശ്നം കൂടി മാറിയിരിക്കുകയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. ഈ സാഹചര്യത്തിൽ എല്ലാ വഴികളും പയറ്റി തെളിഞ്ഞ് ഇനി അവസാനത്തേത് എന്ന നിലയിലാണ് ഇപ്പോൾ നിർമ്മല സീതാരാമന് പോലും നേരിട്ട് കളത്തിലിറങ്ങുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കേരളത്തിലാണെങ്കിലും നിർമ്മല സീതാരാമൻ കേരളത്തിലേക്ക് എത്തുന്നുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഒരുപക്ഷെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് നിർമ്മല സീതാരാമൻ നേരിട്ട് തമിഴ്നാട്ടിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ അണ്ണാമലയോടുള്ള ആ ഒരു ജനവിരുദ്ധ വികാരം പോലും അവിടെ നിർമ്മല സീതാരാമന് അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിർമ്മല സീതാരാമനെ പോലുള്ള ഒരു വ്യക്തിയുടെ അവരുടെ ഒരു പെരുമാറ്റവും അവരുടെ പ്രസംഗങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് വലിയ രീതിയിൽ ഒരു കോളിളക്കം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വലിയ രീതിയിലൊരു താല്പര്യം എല്ലാം തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയായിരിക്കാം ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി, തമിഴ്നാട്ടിലെ ജനങ്ങളെ കയ്യിലെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവരെ എല്ലാം തന്നെ ആ ഒരു തമിഴ് എന്നുള്ള ഒരു വികാരം ഉണർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നിർമ്മല സീതാരാമനെ കൊണ്ട് തമിഴിൽ സംസാരിപ്പിക്കുന്നു. അതിനുശേഷം പുതിയൊരു മുഖമായി തന്നെ തമിഴ്നാട്ടിൽ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ശ്രമവും BJPയുടെ ഒരു അജണ്ടയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുടെ അല്ലെങ്കിൽ അത്തരം ഒരു സാധ്യതയാണ് ഇപ്പോൾ വെളിവാകുന്നത്.